വണ്ടി തട്ടുന്ന സൗണ്ട് പോലെ. പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു പയ്യന് ആ നബീല ബേക്കറിയിൽ കലാം എന്ന് പറയുന്ന ആൾ, എനിക്ക് നേരിട്ട് അറിയാം, ആ പുള്ളി അവൻ്റെ ചെകിടത്ത് ആഞ്ഞടിക്കുന്നതുണ്ട്. ഇത് കണ്ടപ്പോഴും ഞാൻ ഓടി അങ്ങ് ചെന്നു. ഇവന്റെ കവാലത്ത് അടിക്കാൻ എന്താണ് കാര്യം? അവന്റെ സൈക്കിൾ നിങ്ങൾ ബൈക്കിൽ തട്ടിയാൽ നിങ്ങൾക്ക് ആ നിയമനം നോക്കാം, അല്ലെങ്കിൽ വഴക്ക് പറയാം. എന്തിനാ അവരുടെ കവാല കുറ്റിയിൽ അടിച്ചു? ആരോരും അറിയാതെ പോകേണ്ട ഒരു വിഷയം ഞാൻ ഓടിച്ചെന്ന് അടിച്ച എന്തിനും നേട്ട് വഴക്കുണ്ടാക്കി അവന് വേണ്ടി സംസാരിച്ചു. അവൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി, അതൊരു വീഡിയോ എടുത്തു. അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തെളിവായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും ചെയ്ത എനിക്കെതിരെ പിറ്റേന്ന് വീഡിയോ വന്നേക്കാണ്. ആ ഒരു സംഭവമേ ഇല്ല. സൈക്കിൾ ചിലർ തട്ടി, അത് അപ്പോൾ തന്നെ സോൾവായി. അവൻ അടിച്ചില്ല, പിടിച്ചില്ലെന്ന്. അപ്പോൾ ഈ കണ്ടതൊക്കെ എന്താണ്? സൈക്കിൾ തട്ടിയെന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ മോനെ അയാൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജസ്റ്റ് അയാളുടെ വണ്ടിയിൽ തട്ടിയെന്ന് മാത്രം. പക്ഷെ അത് അമേരിക്കക്കാരും പറഞ്ഞുണ്ടാക്കുന്നതാണ്. എൻ്റെ മോനെ യാതൊരു കുഴപ്പമില്ല. അത് അന്നേരം തന്നെ സംസാരിച്ച് സോൾവ് ആയതാണ്. ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ദയവായി ആരും ഇടരുത്. നമസ്കാരം. പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ ഉള്ളത് കണിയാപുരം കുന്നിനകം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങൾ എത്തിയതിൻ്റെ കാരണം, ഒരു കുട്ടി സൈക്കിളിൽ പോകുമ്പോൾ ഒരാളുടെ ദേഹത്ത് തട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കുട്ടിയെ ക്രൂരമായി ചെകിടത്തടിക്കുക. ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരു സാധാരണക്കാരനായ ഒരു യുവാവ് അതിൽ ചെന്ന് ഇടപെടുക. ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യം നിറഞ്ഞ പ്രവൃത്തി കണ്ട് ഇദ്ദേഹം വീഡിയോ എടുക്കുകയും കുട്ടിയുടെ അമ്മയെ വിളിച്ചു പറയുകയും ആ അമ്മ ഉൾപ്പെടെ വന്ന ഇദ്ദേഹത്തെ കൊണ്ട് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടാക്കുകയും തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ പോകും എന്ന് ഈ യുവാവിനോട് പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയകളിൽ കണ്ട ഒരു വീഡിയോ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേയില്ല, ആ കുട്ടിയെ ആരും ഉപദ്രവിച്ചിട്ടില്ല, തികച്ചും സ്വന്തം മകന് കിട്ടിയ മർദ്ദനത്തെ പോലും അവഗണിച്ചുകൊണ്ട് ആ അമ്മയും മകനും സോഷ്യൽ മീഡിയയിൽ വന്ന് പൊതുജനങ്ങളോട് സംബന്ധിക്കുന്നത് കണ്ട് വിഷമം തോന്നിയ ആ യുവാവ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് ഇദ്ദേഹത്തോട് പറഞ്ഞ മറുപടി കേട്ടാൽ തികച്ചും ഞെട്ടലുളവാക്കുന്നതാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ, അതായത് അന്ന് അവിടെ സംഭവിച്ച ആ സംഭവത്തിൻ്റെ വീഡിയോയും ഒപ്പം പിറ്റേ ദിവസം ഈ കുട്ടിയും അമ്മയും ചേർന്ന് ഇട്ട വീഡിയോയും നിങ്ങളൊന്ന് കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്. മോൻ്റെ പേരെന്താടാ? അവൻ വന്ന് സൈക്കിളോടെ, മോൻ സൈക്കിളോടെ അവൻ ഈ സൈക്കിളിൽ വന്ന്, ഈ സൈക്കിൾ വന്നപ്പോഴാ ഈ ബൈക്ക് വന്ന ആള് ഈ പുള്ളി ഈ കണിയാർത്തുള്ളയാണ്. ബൈക്കിൽ ജസ്റ്റ് തട്ടി, അതിൻ്റെ പേരിൽ അവൻ്റെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ച്. ഞാൻ അപ്പുറത്തെ കടയിൽ നിൽക്കുകയായിരുന്നു, കൊണ്ട് കെട്ടോണ്ട് ഓടി വന്നത്. ഇപ്പോഴ് സംസാരിച്ച് ക്ലിയറായി വിടാൻ അവൻ ഗുണ്ടായസം കാണിക്കണം. ഈ പുള്ളി എന്താണ് ചെയ്തത്? എവന്റെ കവാലത്തിൽ അടിക്കാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? ചുമ്മാരി എവന്റെ കവാലത്തിൽ അടിക്കാൻ എന്താണ് കാര്യം? അവന്റെ സൈക്കിൾ നിങ്ങൾ ബൈക്കിൽ തട്ടിയാൽ നിങ്ങൾക്ക് ആ നിയമനം നോക്കാം, അല്ലെങ്കിൽ വഴക്ക് പറയാം. എന്തിനാ അവരുടെ കവാല കുറ്റിയിൽ അടിച്ചു? നിങ്ങൾ ഇവിടുത്തെ ആരാണ്? ചൈൽഡ് ആക്ട് അറിയാമോ മോനെ? നിനക്ക് നൊന്താ? എത്രത്തോളം നൊന്ത്? നല്ല വേദന ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ? ഞാൻ ആ കടയ്ക്കകത്താ നിൽക്കണത്, അവിടെ വരെ സൗണ്ട് ആയിട്ട് ഇവിടെ നിൽക്കണം. അണ്ണാ എവിടാ? അപ്പൊ നിങ്ങൾ ചെയ്ത നന്മയാണ്. ഞാൻ നന്മയെന്ന് പറഞ്ഞ കാര്യം അപ്പുറത്തുള്ള ദേഷ്യം നീ എല്ലാം ചെയ്യും. അപ്പോഴുള്ള എന്നെ കൊണ്ടുവന്ന് മുതുകിൽ കൊണ്ടുവന്ന് ഇടിച്ച് ആ ദേഷ്യം കൊണ്ടുവന്ന് എന്നെ മുതുക് സഹോദരൻ ഞാൻ കാണട്ടെ, അപ്പുറത്തെ ദേശത്തെ കുത്തി കൊല്ലണത്. ഇവിടെ നിയമം വെറുതെ വിടൂല ആരെയും. എന്റെ കൊച്ചാപ്പാട മോന മാമാട മോന അല്ല. ഒരു കുഞ്ഞിനെ ഒരാളെ പോലും കയ്യേറ്റം ചെയ്യാൻ ഇവിടെ നിയമം ഇല്ല. നിങ്ങൾ തിന്നമിടക്ക കാണിക്കണത്. നിങ്ങൾ കണിയാപുരത്തുള്ളതുകൊണ്ടും നിങ്ങൾ വലിയ സീനിയർ ആയതുകൊണ്ടും നിങ്ങൾ സംസാരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അവന്റെ വീട്ടുകാരുമായിട്ട് അല്ല അത് അവന്റെ വീട്ടുകാരുമായിട്ട് ഇല്ല, ചാവിയൊക്കെ തരും. അവന്റെ വീട്ടുകാർ വന്നിട്ട് അത് പിന്നെ അവിടെ നിന്ന് സംസാരിച്ചേ. അവിടെ നിന്ന് അതെങ്ങനെ അവന്റെ വീട്ടുകാരുമായിട്ട് അവനെ അടിച്ചു? ഇല്ലല്ല, വണ്ടി കൊടുക്കൂല. ലൈവാണ്, ഫേസ്ബുക്ക് ലൈവാണ്. അവിടെ നിന്നോ? അവിടെ നീ അവിടെ എന്താ ബന്ധം? അവന്റെ വീട്ടുകാരുമായിട്ട് വന്നിട്ടേ വിടണോളൂ. നീയോട്ട് എന്തൊരു ബന്ധം? നീ ചോദിക്കും എന്താണ്? നീ അറിയിക്കണല്ല അവര് അവന്റെ വീട്ടുകാര് വന്നിട്ട് ഈ ബൈക്കെല്ലാം തട്ടിയാവല് അടിച്ചത്. അടിക്കോ? എന്നിട്ട് അതിനടിക്കണോ?
സുഖം കിട്ടുമ്പോ അതിന് അടിക്കണോ? സുഖം തിരിച്ചു കൊടുത്ത് തന്നല്ലോ. എനിക്ക് വരെ നിനക്ക് ഒരു കുഴപ്പമില്ല. നിനക്ക് അത് ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞു ഇവിടെ അത് കുഴപ്പമില്ല. അടിക്കാൻ നിയമം ഉണ്ടാ? സൈക്കിൾ ലൈസൻസോ? സൈക്കിളിന്റെ മറ്റേ നീ താക്കോല് പിടിച്ചോണ്ട് ഹലോ മാമ ചുമ്മാ ഇരിക്കും. കൊച്ചു പയ്യനെ അടിച്ചുവിടാ. ആ നിയമമുണ്ട്. അങ്ങനെ അടിച്ചെന്നാണ് കവാലത്തിൽ. നിങ്ങൾ കാര്യം സംസാരിക്കും. സൈക്കിൾ തട്ടിയതിന്റെ പേരിൽ അവന്റെ കവാലത്തിന് അടിച്ചു കൊടുത്ത്. അത് നമ്മൾ ചോദിച്ചോളൂ. ഇതെൻ്റെ മോനാണ്. ഇന്നലെ വൈകിട്ട് കന്യാപുരം ആലമ്പൂടി ജംഗ്ഷനിൽ ഒരു വ്യാപാരിയുടെ വണ്ടിയിൽ എൻ്റെ മോന് സൈക്കിൾ തട്ടിയെന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ മോനെ അയാൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജസ്റ്റ് അയാളുടെ വണ്ടിയിൽ തട്ടിയെന്ന് മാത്രം. പക്ഷെ അത് അമേരിക്കക്കാരോ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എൻ്റെ മോന് യാതൊരു കുഴപ്പമില്ല. അത് അന്നേരം തന്നെ സംസാരിച്ച് സോൾവ് ആയതാണ്. ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ദയവായി ആരും ഇടരുത്. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് ശാരീരികപരമായോ മാനസികപരമായോ ഒരു പീഡനം നേരിട്ടു എന്ന് അറിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനും നിയമവ്യവസ്ഥയ്ക്കും സ്വമേധയാ കേസെടുക്കാനുള്ള നിയമം നിലനിൽക്കെ ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ പോലീസ് ഇത്തരമൊരു നടപടി കൈക്കൊള്ളുന്നത്? എന്തായാലും നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ സംഭവം എന്താണെന്ന് ജാഫറാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ജാഫറിനോട് ചോദിക്കാം. അന്ന് 12-ാം തീയതി ഏകദേശം 4 മണിയോട് കൂടി ഞാനും എൻ്റെ ഫാമിലിയും കണിയാപുരത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ DTP സെൻറ്ററിൽ അവളുടെ ആധാർ പുതുക്കാൻ കൊടുത്തിരുന്നു. അതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു. ഒരു വണ്ടി തട്ടുന്ന സൗണ്ട് പോലെ. പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചു പയ്യനെ ആ നബീല ബേക്കറിയിൽ കലാം എന്ന് പറഞ്ഞ ആൾ, എനിക്ക് നേരിട്ട് അറിയാം, ആ പുള്ളി അവൻ്റെ ചെകിടത്ത് ആഞ്ഞടിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഞാൻ ഓടി അങ്ങ് ചെന്നു. അവിടെ ഒരുപാട് പേര് ആ സമയത്തുണ്ടായിരുന്നു. ഒരാൾ പോലും പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് തടയാനോ ഇല്ല. ഞാൻ ഓടിച്ചെന്നു. അദ്ദേഹത്തിന് എന്തിനാണ് ആ കുട്ടി അടിച്ചതെന്ന് കേട്ടു. ഈ കുഞ്ഞു മോൻ എന്തിനടിച്ചു? അത് കേട്ടപ്പോൾ നീ ആര്, നീ ഇവിടുത്തെ ദാദേ, ആ രീതിക്കുള്ളൊരു ഗുണ്ടായിസം. അപ്പോൾ തിരിച്ച് ഞാനും സംസാരിച്ചു. ഞാൻ തൊട്ടടുത്ത സ്ഥലം കഴക്കൂട്ടത്തുള്ളതാണ്. എനിക്ക് കഴക്കൂട്ടം കണിയാവരോ എനിക്ക് ഒരേ, ഞാൻ പഠിച്ചത് കണി സ്കൂളിലാണ്. അപ്പോൾ എന്നെ അവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ ആ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് അറിയാവുന്ന ആളാണെന്ന രീതിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളത് തെറ്റല്ലേ കാണിച്ചത്? അപ്പോൾ തെറ്റല്ല, അവർ ചെയ്ത ആ ക്രൂരമായ ആ കാര്യത്തെ അവർ ന്യായീകരിക്കുന്നു. ഒരു 12. അപ്പം ഞാൻ മോൻ്റെ കേട്ട് എത്ര വയസ്സെന്ന് കേട്ടു. പിന്നെ അതിന് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാം. അവൻ്റെ അടുത്ത് ഞാൻ കേട്ടത് മോൻ ഈ അടി എന്തുമാത്രം വേദന എടുത്തു, എത്രത്തോളം വേദന എടുത്തു ഞാൻ വ്യക്തമായിട്ട് കേട്ടു. അതിനുശേഷം സംസാരിച്ചപ്പോൾ ഈ പുള്ളിയും എനിക്ക് അറിയാവുന്നവർ വരെ മൗനമായിട്ടാണ് നിൽക്കുന്നത്. ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് അവൻ്റെ ചെകിട് അല്ലെങ്കിൽ ആ മുഖം അടികൊണ്ട ഭാഗം തടവിപ്പോലും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വല്ലാത്ത വിഷമത്തിൽ പിന്നെ എനിക്ക് മനസ്സിലായി ഈ വിഷയം ഇങ്ങനെ വിട്ടാൽ അങ്ങ് ഒഴിവായി പോവും. കാരണം നാളെ ഇതേപോലെ ഒരു കുഞ്ഞിനും വരാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ സാധാരണ സോഷ്യൽ മീഡിയയിലുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കാം. അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അതുവരെ ഭയങ്കര ദേഷ്യത്തിൽ നിന്ന ആൾ ഈ ക്യാമറ ഓൺ ചെയ്തപ്പം പെട്ടെന്ന് സൈലൻ്റായിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നോക്കിയാൽ അറിയാം, ഒന്നും ഞാൻ കളവ് പറയുന്നില്ല. പിന്നെ ഫുള്ള് വീഡിയോയിലുണ്ട്. അപ്പോഴതിന് ശേഷമാണ് ആ പുള്ളിയുടെ മകൻ വരുന്നു. ആ സമയത്ത് ഇവർ ബൈക്കും കൊണ്ട് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സംഭവ സ്ഥലത്തു നിന്ന് മാറിയാൽ പിന്നെ തെളിവില്ലല്ലോ, അതിനുവേണ്ടി ഞാൻ താക്കോലെടുത്ത് വെച്ചിരുന്നു. അത് ചിലർ പറഞ്ഞു ഞാൻ നിയമവിരുദ്ധം കാണിച്ചു തന്നു. അപ്പം ഞാൻ നിയമവിരുദ്ധം ആയിക്കോട്ടെ ചെയ്തത്. പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞിന് അല്ലെങ്കിൽ 12 വയസ്സുള്ള പ്രായപൂർത്തിയാത്ത ഒരു മകന് അടി കിട്ടിയത്, അതിൻ്റെ വിഷമം. കാരണം എനിക്ക് 2 മക്കളുണ്ട്. ഒരു പിതാവെന്ന രീതിയിൽ ഞാൻ പ്രതികരിച്ചത്. ഞാൻ താക്കോലെടുത്ത് വെച്ചു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ അമ്മോൻ്റെ പറഞ്ഞു, അമ്മയെ വിളിയടാ. ഫോൺ കൊടുത്തു. അമ്മയെ വിളിച്ച് ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തുന്ന സമയത്ത് തന്നെ ഈ ഇവരോട് വഴക്കുണ്ടാകുന്നു. താക്കോലിനോട് ഈ കലാമെന്ന് പറഞ്ഞ പുള്ളിയുടെ മോൻ, ബേക്കറി നബില ബേക്കറി ഉടമസ്ഥൻ്റെ മോൻ ഇർഷാദ്, അവൻ വന്ന് എൻ്റെ താക്കോൽ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് തന്നെ ഈ മോൻ്റെ ആനന്ദ്, അമ്മോൻ്റെ പേര്, അമ്മ
അവിടെ വരുന്നു. പിന്നെ വന്ന സ്റ്റെപ്പിൽ തന്നെ ഈ കലാമെന്ന് പറയുന്ന ഈ കുഞ്ഞിനെ അടിച്ച ആളുടെ നേരെ അവർ ഷൗട്ട് ചെയ്ത് കയറി, എന്തിനാടാ എൻ്റെ മോൻ്റെ കവാലത്തി അടിച്ചത്, അത് എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് കേൾക്കാം. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ DTV സെൻറ്ററിൽ ഇപ്പോൾ നമ്മുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ചെന്നപ്പോൾ കുറച്ച് നാട്ടുകാരെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചു എന്നറിഞ്ഞു. ഈ മകന് വിട്ട വീഡിയോയ്ക്കകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ അമ്മ സോഷ്യൽ മീഡിയയിൽ വിഷ്വൽ കണ്ടിട്ടാണ് വന്നതെന്ന്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തല്ലിയില്ലയോ എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ശരിക്കും അവർ അങ്ങനെ വന്നതാണോ, അത് നിങ്ങൾ വിളിച്ചിട്ട് തന്നെ വന്നതാണോ? നിൻ്റെ വീട്ടിൽ വിളിച്ച് പറ എന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ കൊടുത്തിട്ട് അവൻ്റെ അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചിട്ട് ഫോൺ അവൻ സംസാരിക്കാൻ പറ്റുന്നില്ല. അമ്മ എന്നെ അങ്ങനെയൊക്കെ ഒരാൾ സൈക്കിളൊന്ന് ബൈക്കിൽ തട്ടിയതിൻ്റെ പേരിൽ എന്നെ കവാലത്തി അടിച്ച്. അപ്പോൾ അവന് പറയാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. അതിൻ്റെ റെക്കോർഡിക്കായ തെളിവുണ്ട്. ഹലോ 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 അമ്മ, ഞാനാണ്. എന്ത് അമ്മ, ഞാൻ ഇവിടെ സൈക്കിൾ ഓടിച്ചോണ്ട് വന്ന എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ സ്കൂട്ടർ കൊണ്ട് നിർത്തി. ഞാൻ സ്കൂട്ടറിൽ ചെറുതായിട്ട് സൈക്കിളിൽ ഹാൻഡ് കയറി മുട്ടിന്ന് പറഞ്ഞ് എന്നെ കവാലത്ത് അടിച്ചു തന്നമ്മ. ഒരാള് എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ വന്ന് സൈക്കിളിൽ മുടിയമ്മ അവന്റെ മോനെ കവാലത്തിൽ അടിച്ചത്. എന്റെ കൂടെ വരും. ഹലോ ഹലോ ചേച്ചി, പ്രശ്നമൊന്നുമില്ല. എന്റെ കൊച്ചിന്റെ കവാലത്തിൽ അടിച്ചതാര്? അടിച്ചത് നിങ്ങൾ ഇങ്ങോട്ട് വരും. എന്റെ കൊച്ചിൻ നിങ്ങൾ കിട്ടുന്ന ഓട്ടോയിൽ എന്റെ മോൻ സൈക്കിളിൽ പോയി അവിടെ തട്ടിയെന്ന് പറഞ്ഞ് ആരെങ്കിലും കവാലത്തിൽ അടിച്ചത്. എന്റെ പേര് ജാഫർ ഖാൻ കൊച്ചിപ്പോ സൈക്കിളിൽ പോയില്ലേ? അപ്പൊ ആക്റ്റീവിൽ മുട്ടിന്ന് പറഞ്ഞ് അയാൾ കവാലത്തിൽ അടിച്ചത് എന്റെ മോനെ. ആ വോയിസ്, ആ റെക്കോർഡിംഗ് വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സംസാരം കേൾക്കാം. ഞാൻ ഈ പുള്ളിയും വഴക്കൂടുന്നത്. അതിനുശേഷം ഞാൻ വീഡിയോ എടുത്ത് ഏകദേശം കഴിയാറായപ്പോൾ ഈ സ്ത്രീ വരുന്നതും ആ വന്ന സ്റ്റെപ്പിൽ തന്നെ ഈ കുഞ്ഞിനെ അടിച്ച കലാമെന്ന് പറഞ്ഞ നബീല ബേക്കറി ഉടമസ്ഥനെ നേരെ ആക്രമിക്കുമ്പോൾ, അതായത് എൻ്റെ മോനെ എന്തിനാണ് ആ ചെവിക്കല്ലി അടിച്ചതെന്ന് പറഞ്ഞ് കയറി ഉടക്കുന്നതും ആ വീഡിയോയിലുണ്ട്. ആ ചേച്ചിയാണ്, ഞാൻ ചേച്ചിന്നാണ് വിളിച്ചത്. ആ ചേച്ചിയെ പിന്നെ അടുത്ത വീഡിയോ പറയണത് അവരത് സോഷ്യൽ മീഡിയയിൽ ഏതോ വീഡിയോ കണ്ടിട്ടാണ് വന്നത്, അറിഞ്ഞത് ഇങ്ങനെ സംഭവമില്ലെന്ന്. ഇതൊക്കെ വല്ലാത്ത ചതിയല്ലേ സഹോദര? അല്ല, അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ അല്ലേ? ഇതെന്തായാലും തേഞ്ഞ് മാഞ്ഞ് പോകും. അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ പിടിച്ചത്. കാരണം നാളെ ഒരു തെളിവായിട്ട് ചിലപ്പോൾ കേസ് കോടതിയിൽ പോയാലും ഞാൻ വലിയ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനല്ല, എങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസവും എനിക്ക് എൻ്റേതായ അറിവും കാര്യങ്ങളുണ്ട്. അത് വെച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ അത് ജനങ്ങൾക്കറിയാം. ഞാൻ ചെറിയൊരു പൊതുപ്രവർത്തനം, മനുഷ്യാവകാശ പ്രവർത്തനമാണ്, ബ്ലഡ് ഡൊണേറ്ററാണ്. അപ്പം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്ക് വീഡിയോ പിടിച്ച് ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും, കുഞ്ഞിനെ അടി കിട്ടിയെന്ന് ആ കുഞ്ഞുമോൻ പറയുന്നുണ്ട്. അടിച്ചതെന്തിനൊന്നും അടിച്ചെന്നും അടിച്ച കലാമെന്ന് നബീല ബേക്കറി ആ പുള്ളി സമ്മതിക്കുന്നുണ്ട്. ആ പുള്ളിയുടെ മോൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ സുഖം ആ കുഞ്ഞിനും കൊടുത്തു, അതിനെന്താണ് വിഷയം എന്ന് ധാർഷ്ട്യത്തോടെ പറയുന്നുണ്ട്. ഇതിപ്പം പ്രിയ സഹോദരൻ്റെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ കണ്ണുമുമ്പിൽ നടന്ന ഇത്രയും വലിയ കുറ്റകൃത്യം അതിപ്പം സോഷ്യൽ മീഡിയ വഴി അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ്, തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ പിടിച്ചത്. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല ഫേസ്ബുക്കിലൊന്നും. അന്നത്തെ ദിവസം അവരുടെ ഈ വന്ന ചേച്ചിയുടെ കൂടെ വന്ന ആളിനെ ഞാൻ അയച്ചു കൊടുത്തു, വീഡിയോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ആ പുള്ളിയാണ് ഫസ്റ്റ് എല്ലാവർക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അത് ഒരുവിധം വൈറലായി വാട്സപ്പുകളിൽ. പിന്നെ പിറ്റേന്ന് അന്ന് രാത്രിയും ഈ ചേച്ചിയും ഈ കൂടെ വന്ന ആളും എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടണം, ഈ വീഡിയോ വൈറലാക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിന് പ്രകാരമാണ് പിറ്റേന്ന് രാവിലെ, അത് വീഡിയോ ഇട്ട ടൈം നോക്കി അറിയാം ഫേസ്ബുക്കിൽ, പിറ്റേന്നാണ് ഞാൻ ആ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത്. ഫേസ്ബുക്കിലിട്ട് ഒരുപാട് വൈറലായി. കാരണം ആ വീഡിയോ കാണുമ്പോൾ എല്ലാം അറിയാം. അടി കൊടുത്ത ആൾ പറയുന്നു, അടി കിട്ടിയ മോൻ പറയുന്നു, എന്തിനാ അടിച്ചതെന്ന് ആ കുഞ്ഞിൻ്റെ അമ്മയും കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ആ ഒറ്റ വീഡിയോയിലുണ്ട്. ഇതിൽ കൂടുതൽ തെളിവാണെങ്കിൽ പോലീസിന് ആ പരിസരങ്ങളിലെ CCTV നോക്കി അറിയാം, അടിച്ച ദൃശ്യങ്ങൾ കിട്ടും. ഈ കേസിൻ്റെ കേസ് ഞാൻ നാട്ടിലിറങ്ങിയാണ്. കണിയാപുരം മൊത്തം പറയുന്നത് 65,000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഏത് പ്രായപൂർത്തിയാവാത്ത കുഞ്ഞിനെ മർദ്ദിക്കാം, അല്ലെ 65,000 കയ്യിൽ വെച്ചേക്കണം. ആ രീതിക്ക് ഒരു ഡയലോഗ് കണിയാപുരത്ത് പ്രചരിച്ചു. ഇത് എൻ്റെ ചെവിയിലെത്തി. ഞാൻ ഇതനുസരിച്ച് ഞാനൊരു പെറ്റീഷൻ തയ്യാറാക്കി. ആരോരും അറിയാതെ പോകേണ്ട ഒരു വിഷയം ഞാൻ ഓടിച്ചെന്ന് അടിച്ച എന്തിനും നേട്ട് വഴക്കുണ്ടാക്കി അവന് വേണ്ടി സംസാരിച്ചു, അവൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി, അതൊരു വീഡിയോ എടുത്തു. അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തെളിവായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും ചെയ്ത എനിക്കെതിരെ പിറ്റേന്ന് വീഡിയോ വന്നേക്കാണ്. ആ ഒരു സംഭവമേ ഇല്ല, സൈക്കിൾ ചിലർ തട്ടി, അത് അപ്പോൾ തന്നെ സോൾവായി, അവൻ അടിച്ചില്ല പിടിച്ചില്ലെന്ന്. അപ്പോൾ ഈ കണ്ടതൊക്കെ എന്താണ്? ഇത്രയും എത്ര ലക്ഷം ആൾക്കാർ കണ്ടെന്നറിയാമോ ഈ വീഡിയോ കൂടെ? ആ കണ്ടതിൽ ഒരൊറ്റ ആൾ പോലും നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത്, എടാ നീ ഇങ്ങനെ സംസാരിച്ച് നിന്നത് 2 അടി കൊടുത്തിട്ട് സംസാരിച്ചുകൂടെയെന്ന്.
അത് അവരുടെ രോഷമാണ്. അവർ മാതാപിതാക്കളാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു കുഞ്ഞിനെ അടി കിട്ടിയാൽ എങ്ങനെയാണ്? ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ജാഫർ ചെയ്ത ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് ഈ കുട്ടികളെ ഒരു പ്രദർശന വസ്തുവാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും കൂടിയുണ്ട്. അപ്പോൾ ജാഫർ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്, ആ കുട്ടിയെ ബ്ലർ ചെയ്യാതെ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തതൊരു ഇഷ്യൂ ആയിട്ട് ഉയർന്നു വരില്ലേ? എനിക്കിതൊക്കെ പുതിയ അറിവാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയും പല സിനിമകളിലും പറയുന്നത് ബാലാവകാശ കമ്മീഷൻ നേരിട്ട് കേസ് എടുക്കുമെന്നാണ്. ഒരു പരാതി കൊടുക്കണ്ട, ആരും പരാതിയായിട്ട് പോകണ്ട. ബാലാവകാശ കമ്മീഷന് സത്യസന്ധമായ ന്യൂസ് കണ്ടാൽ അതിനെതിരെ കേസെടുക്കാനും നിയമ നടപടി സ്വീകരിക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടെന്നാണ് ഞാൻ പഠിച്ചത്, ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ കേസിൽ മംഗലാം സ്റ്റേഷൻ എന്നപ്പോഴാണ് അവർ പറയുന്നത് അങ്ങനെയല്ല, ഈ പരാതി. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് പരാതിയുണ്ട്. അവരൊക്കെ പൈസ മാച്ച് ഇത് ഒത്തീർപ്പാക്കിയെങ്കിലും എൻ്റെ പരാതി എനിക്കുണ്ട്. കാരണം ഞാനാണ് ഇതിൽ ഇടപെട്ടത്. ഞാൻ ഇടപെട്ടാണ് ഈ ഇത്രയും കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ എത്തിയത്. ഉടനെ പറയാണ് നീ എന്തിന് വീഡിയോ പിടിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം ബ്ലർ ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പം ഞങ്ങട്ട് അതെന്താണ് കുഴപ്പം? അതിപ്പം എൻ്റെ അറിവെന്ന് വെച്ചാൽ ഈ പീഡിപ്പിക്കപ്പെടുന്ന ആ കുഞ്ഞുങ്ങളുടെ മുഖം ബ്ലർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അറിവായിരുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറേ വർഷം എൻ്റെ ചെറുപ്പകാലം മുതലേ സോഷ്യൽ മീഡിയയിലുള്ളതാണ്. റോഡിലൊരു കുഴി കിടന്നൊരു ബൈക്ക് ആക്സിഡൻ്റ് ആയാലും അത് ഞാൻ വീഡിയോ എടുത്ത് പ്രശ്നമുണ്ടാക്കി നിരന്തരം പോസ്റ്റ് ഇട്ട് ആ കുഴി മൂടിക്കും. അപ്പം അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മുഖം മാത്രം ബ്ലർ ചെയ്യണമെന്നാണ്. പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ്. പെട്ടെന്ന് റോഡ് സൈഡ് സംഭവം നടക്കുമ്പോഴും നമ്മൾ പച്ചയായ മനുഷ്യരാണ്. ഇപ്പോൾ പല ഉദ്യോഗസ്ഥരായാലും ഇത് എൻ്റെ വീഡിയോ കണ്ട് പലരും എന്നെ നേരിട്ട് വിളിച്ചു, വക്കീലന്മാരായാലും ഡോക്ടർമാരായാലും. തികച്ചും താങ്കൾ ഇത് സതുദ്ദേശപരമായിട്ട് ഉള്ള രീതിയിൽ ഇട്ടതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നിയമ നടപടി വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? തീർച്ചയായും നേടും. ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു കേസിൽ ഈ കുഞ്ഞിന് നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട ഈ കേസിൽ എന്ത് നിയമ നടപടി തന്നെ, ഞാൻ ധിക്കാരം പറയുന്നതല്ല, ബഹുമാനപ്പെട്ട കോടതി എന്ത് നടപടി എനിക്കെതിരെ സ്വീകരിച്ചാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ കോടതിയിലും ഞാൻ മാപ്പ് പറഞ്ഞോളാം. ശരിക്കും താങ്കൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആണ് ഇപ്പോഴും ഞാൻ കേസിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം ഇതിപ്പം എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട അവസ്ഥയും കൂടിയാണ്. കാരണം ഞാൻ സത്യസന്ധമായിട്ടാണ് ആ വീഡിയോ ചെയ്തത് എനിക്കൊരു ഷൈൻ ചെയ്യാൻ വേണ്ടി ഒന്നിനുമല്ല. ഈ സത്യം പുറം ലോകം അറിയണം. അതേപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ വരാൻ താമസിക്കുകയാണെങ്കിൽ അവർക്കും ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു. പക്ഷേ ആ വീഡിയോയിൽ തന്നെ അവൻ്റെ അമ്മ വരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എന്നെയും കൂടെ കുറ്റപ്പെടുത്തിയാണ് അവൻ്റെ അമ്മ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അതായത് ഇത് സത്യസന്ധമല്ലാത്ത കാര്യമാണ്, അങ്ങനെ നടന്നിട്ടേ ഇല്ലെന്ന്. അപ്പോൾ ഇതെനിക്ക് തെളിയിക്കണം. അതിനോടൊപ്പം തന്നെ ഇപ്പം മംഗലാം സ്റ്റേഷൻ മാത്രമല്ല, ഇതിന് മുകളിലോട്ട് ഒരുപാട് പോലീസ് സംവിധാനങ്ങളുണ്ട്, കുട്ടികളുടെ കമ്മീഷനും കാര്യങ്ങളുണ്ട്. അതിലെല്ലാം ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. ആ കുഞ്ഞിന് നീതി വാങ്ങിക്കൊടുക്കും. എനിക്കും എൻ്റെ സത്യസന്ധത തെളിയിക്കണം. അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ റെഡിയാണ്. ശരിക്കും ഇതാണ് സംഭവിച്ചത് എന്നാണ് ജാഫർ പറയുന്നത്. ഏതായാലും ഒരു കുഞ്ഞുകുട്ടി ഒരു പൊതുസമൂഹത്തിൽ വെച്ച് അപമാനിതനാവുകയാണ്, ശാരീരികപരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ അല്ലെങ്കിൽ പോലീസുകാർ തീർത്തും അതിനെതിരെ കൃത്യമായ നടപടികൾ തന്നെ എടുക്കണം. കാരണം നാളത്തെ ഭാവിയുടെ പൗരന്മാരാണ് ഇന്നത്തെ ഓരോ കുട്ടികളും. ക്യാമറമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടിഞ്ഞുംകുളം, പോസ്റ്റ് ന്യൂസ്.